CPI സ്ഥാനാർത്ഥി പട്ടിക സാധ്യത പട്ടികയായി തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും തൃശൂരിൽ VS സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മത്സരിക്കും. മാവേലിക്കരയിൽ AYF നേതാവ് CA അരുൺകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. അന്തിമ തീരുമാനം സംസ്ഥാന കൗൺസിലിൽ എടുക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, CPI സ്ഥാനാർത്ഥി സാധ്യത പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, സംസ്ഥാനത്ത് 4 സീറ്റിലാണ് CPI മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ 4 സീറ്റിലും CPI ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയും ജനകീയ മുഖങ്ങളെ ഇറക്കാനാണ് CPI ഇപ്പോൾ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് VS സുനിൽകുമാറും ആനി രാജയും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വരുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മുൻപ് MP ആയതാണ്. 2005 അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ 74,200 വോട്ടുകൾ നേടിയാണ് പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ച് കയറിയത്. പിന്നീട് ഇങ്ങോട്ട് പന്ന്യൻ രവീന്ദ്രൻ, അതായത് CPIക്ക് പിന്നീട് ബാലികേറാമലയായി തിരുവനന്തപുരം മാറുകയായിരുന്നു. 2009-ലും 2014-ലും 2019-ലും ശശി തരൂർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ശശി തരൂർ ജയിക്കുന്നത് മാത്രമല്ല, 2014-ലും 2019-ലും CPI 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2019-ൽ കുമ്മനം രാജശേഖരനാണ് രണ്ടാമതെത്തുന്നത്. പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് ആ സമയത്ത് CPI രംഗത്തിറങ്ങിയത്. C ദിവാകരനായിരുന്നു സ്ഥാനാർത്ഥി. എങ്കിൽ പോലും 3-ാം സ്ഥാനത്തേക്ക് CPI തള്ളപ്പെട്ടു. 99,989 വോട്ടിനാണ് അന്ന് ശശി തരൂർ ജയിച്ചു കയറിയത്. ഇത്തവണയും ശശി തരൂർ തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം നേതാക്കൾ എത്തുമ്പോൾ പ്രധാനപ്പെട്ട BJP തന്നെ സുപ്രധാന നേതാക്കളെ ഇറക്കാനുള്ള ഒരു നീക്കം തന്നെ നടത്തുന്നു. ദേശീയ നേതാക്കളാണെങ്കിലും തിരുവനന്തപുരത്ത് BJPയുടെ ഭാഗത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമുക്കറിയാം, VS സുനിൽകുമാറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമാണ്. MLA ആയും മന്ത്രിയായും സുനിൽകുമാർ തിളങ്ങിയ സ്ഥലമാണ് തൃശ്ശൂർ. അവിടേക്ക് TN പ്രതാപൻ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രചരണങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ തന്നെ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ സുരേഷ് ഗോപിയാണ് നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ ത്രികോണ മത്സരം സംസ്ഥാനത്ത് നടക്കുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ മാറും. അതുകൊണ്ടാണ് സുനിൽകുമാറെ തന്നെ തൃശ്ശൂരിൽ രംഗത്തിറക്കാൻ CPI ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രാജാജി മാത്യു തോമസ് ആയിരുന്നു കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായത്. അവിടെ TN പ്രതാപൻ 93,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. മറ്റൊന്ന് വയനാടാണ്. നമുക്കറിയാം, വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അപ്രഖ്യാപിതമായി സ്ഥാനാർത്ഥിയാവുകയും രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്ത മണ്ഡലമാണ് വയനാട്. MI ഷാനവാസ് കാലങ്ങളായി കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലം. അവിടെ CPIക്ക് ഉള്ളതിനേക്കാൾ അധികം സ്വാധീനം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഉള്ള സ്ഥലമാണ്. അവിടേക്ക് ആനി രാജയെ പോലെ ദേശീയ നേതാവ് എത്തുമ്പോൾ സ്വാഭാവികമായും ദേശീയ തലത്തിലടക്കം അത് പ്രാധാന്യത്തിലേക്ക് എത്തും. കഴിഞ്ഞ തവണ PP സുനീറാണ് മത്സരിച്ചത്. MI ഷാനവാസ് അതിനു മുൻപ് 20,870 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം നേടിയെടുത്താണ് രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി 4,31,000 ഭൂരിപക്ഷം ഉയരുന്ന ഒരു സാഹചര്യം. ആ ഭൂരിപക്ഷം കുറയ്ക്കുക. ഇത്തവണയും രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ പ്രസക്തിയുള്ള ഒരു മണ്ഡലമായി വയനാട് മാറുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്റെ 4-ാം ജയമാണ്. 2009, 14, 19 വർഷങ്ങളിലാണ് കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു കയറിയത്. അവിടെ കഴിഞ്ഞ തവണ 61,138 വോട്ടിനാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ വിജയിച്ചത്. തുടർച്ചയായ 3-ാം ജയം. അവിടെ ചിറ്റയം ഗോപകുമാറിനെ, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു കൊടിക്കുന്നിലിന്റെ വരവെങ്കിൽ അതിനും തടയിടുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CA അരുൺകുമാർ അവിടുത്തെ പ്രാദേശികമായി അറിയുന്ന നേതാവാണ്. സംവരണ മണ്ഡലമാണ്. മറ്റൊന്ന്, പ്രാദേശികമായി എല്ലാവർക്കും അറിയാവുന്ന മാത്രമല്ല, ഒരു യുവനേതാവിനെ ഇറക്കിക്കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നൊരു നീക്കം തന്നെയാണ് CPIയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, മാവേലിക്കരയിൽ മത്സരിക്കുക അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർലമെന്ററി ജനാധിപത്യ രംഗത്തേക്ക് ഇല്ലെന്ന് ഒരു നിലപാടെടുത്ത നേതാവ് കൂടി ആണ് കൊടിക്കുന്നിൽ. പക്ഷേ കൊടിക്കുന്നിൽ മത്സരിക്കണമെന്ന് നിലപാടെടുക്കുന്നത് CPI ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മത്സര രംഗത്ത് ഇറക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ കൂടി ഒരു സാഹചര്യമുണ്ട്.